ഖുർആനും ഹദീസും പച്ചയായി പഠിപ്പിക്കുന്ന വിഷയങ്ങളെ സുബ്ഹാനല്ലാഹ് നേരത്തെ ഏതോ കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത്, ഖുർആൻ തൊട്ട് കളിക്കരുത്, ഹദീസ് തൊട്ട് കളിക്കരുത്. അത് പറയേണ്ടവർ പറയേണ്ട സമയത്ത് പറഞ്ഞോളും. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്താണെന്ന് പറയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച പണ്ഡിതന്മാരല്ലയോ, ഖുർആൻ പഠിച്ച ആലിമീങ്ങളല്ലയോ, നബിതങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാരല്ലയോ, അത് നന്നായി ഗ്രഹിച്ച ഇമാമീങ്ങളെ കിതാബുകൾ ഓതി പഠിച്ചവരല്ലയോ. ഇപ്പോ ചിലർക്കൊരു ധാരണയാണ്, ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വിവരമുണ്ടെങ്കിൽ അവരാണ് മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറയേണ്ടത് എന്നൊരു ധാരണയാണ്. ആ ധാരണ ബുദ്ധിയും വിവരവും ഉള്ളവരാണെങ്കിൽ തിരുത്തണം. ഏതൊരു വിഷയത്തിലും ആ വിഷയം പഠിച്ചവര് പറയണം. മതനിയമങ്ങൾ പറയേണ്ടത് ആരാണ്? മതനിയമങ്ങൾ പറയേണ്ടത് മതനിയമങ്ങൾ മതഗ്രന്ഥങ്ങൾ ഓതി പഠിക്കാത്ത ഒരു വ്യക്തിയും അല്ല. അവര് നിലവിൽ ഉദ്യോഗസ്ഥന്മാരായാലും റിട്ടയർഡ് ഉദ്യോഗസ്ഥന്മാരായാലും ഏത് സ്ഥാനത്തിരുന്നവരാണെങ്കിലും ഇരിക്കാത്തവരാണെങ്കിലും ഏത് മഹത്വങ്ങൾ മറ്റു നിലക്കുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും മതനിയമങ്ങൾ പറയേണ്ടത് മതപണ്ഡിതന്മാരാ. അവർക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ. നമ്മൾ ബഹുസ്വര രാജ്യമായ ഇന്ത്യയിൽ ജീവിക്കുന്നവരാണ്. ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മതക്കാരുമായി സൗഹാർദ്ദത്തിലും സഹകരണത്തിലും ജീവിക്കണം. അത് പണ്ഡിതന്മാർ തന്നെ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വേറെ ഒരു മതം, ആ മതത്തിന്റെ വക്താക്കൾ അവരുടെ മതവുമായി ജീവിക്കുമ്പോൾ അവരെ പരിഹസിക്കുകയോ കളിയാക്കുകയോ കല്ലെറിയുകയോ ചീത്ത വിളിക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് മതനിയമം തന്നെ അംഗീകരിക്കുന്നില്ല. അതേസമയം അവനവന്റെ മതത്തിന്റെ കാര്യങ്ങൾ അവനവന്റെ മതത്തിലെ പണ്ഡിതന്മാരല്ലേ പറയേണ്ടത്. ഞാൻ ഇവിടെ വെച്ച് ക്രിസ്തു മതത്തിന്റെ നിയമം പറഞ്ഞാൽ, ഞാൻ ഇവിടെ വെച്ച് ഹൈന്ദവ മതത്തിനെ സംബന്ധിച്ച് സംസാരിച്ചാൽ എനിക്കതിന് ആധികാരികതയുണ്ടോ? ഇസ്ലാം മതത്തിന്റെ വിഷയങ്ങൾ അത് പറയേണ്ടത് മുസ്ലിം പണ്ഡിതന്മാരാണ്. മുസ്ലിം ആയതുകൊണ്ട് പറയാൻ അധികാരം കിട്ടൂല, മറിച്ച് മുസ്ലിം പണ്ഡിതന്മാരാണ് അത് പറയേണ്ടത്. വേറെ ഏതെങ്കിലും തസ്തികയിലുള്ളത് കൊണ്ടും പറയാൻ പറ്റില്ല, മറിച്ച് ഇസ്ലാമിന്റെ വിഷയങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർ പറയും. സുബ്ഹാനല്ലാഹ്, ഇപ്പൊ ആരും എന്തും പറയാമെന്ന ഒരു ധാരണയിലാണ്, എന്തും ചെയ്യാമെന്നൊരു ധാരണയിലാണ് പലരുടെയും ജീവിത രീതികളും പ്രസ്താവനകളും കാണുമ്പോൾ തോന്നുന്നത്. അപ്പോഴെല്ലാം പണ്ഡിതന്മാർ മിണ്ടാതിരിക്കുമെന്നാണ് പലരും ധരിക്കുന്നത്. അങ്ങനെ ആർക്കും ഒരു ധാരണ വേണ്ട. ഇസ്ലാമിന്റെ നിയമങ്ങൾ പണ്ഡിതന്മാർ അവർ ഏത് കാലത്തും പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുന്നതിന് ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്, എല്ലാ രാജ്യത്തും സ്വാതന്ത്ര്യമുണ്ട്. ഞങ്ങളുടെ മതത്തിന്റെ നിയമം ഇങ്ങനെയാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഏത് മുസ്ലിം പണ്ഡിതനും ഉണ്ട്. നിങ്ങൾ ഓർക്കൂ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഫലാ വറബ്ബിക, തങ്ങളെ റബ്ബിനെ കൊണ്ട് സത്യം, അല്ലാഹു തന്നെ അല്ലാഹുവിനെ മുൻനിർത്തി സത്യം ചെയ്യാൻ. ലാ യുമിനൂൻ, അവർ വിശ്വാസികളാവൂല, സത്യവിശ്വാസികളാവൂല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ ഓ നബിയെ തങ്ങളുടെ തീരുമാനം അംഗീകരിക്കണം. حتى يحكموك فيما شجر بينهم ثم لا يجدوا في أنفسهم حرجا مما قضيت. അവിടുന്ന് എടുത്ത തീരുമാനത്തെ കുറിച്ച് ഒരു മനക്ലേശം ഉണ്ടാകാൻ പാടില്ല. അതെങ്ങനെ ഇപ്പൊ ഇക്കാലത്ത് പറയാൻ പറ്റുമോ? അതേപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് പറയാൻ പറ്റുമോ? അങ്ങനെ ഒരു മനക്ലേശം ഒന്നും ഉണ്ടാകാൻ പറ്റില്ല.
ഖുർആൻ പ്രത്യേകം പറയാൻ ഏത് രാജ്യത്തും ഇസ്ലാമിന്റെ നിയമം എന്നതാണെന്ന് പറഞ്ഞൂടെ? അതേ സമയത്ത് വേറൊരു മതക്കാരനോട് നീ ഇസ്ലാമിന്റെ മതം അനുസരിച്ച് ജീവിക്കണം എന്ന് പറയാൻ പറ്റില്ല. അത് അവനവന്റെ മതം അനുസരിച്ചായിരിക്കും അവൻ ജീവിക്കുന്നത്. മുസ്ലിമീങ്ങളോട് പറഞ്ഞൂടെ ഇസ്ലാമിന്റെ നിയമം ഇന്നതാണെന്ന് പറഞ്ഞൂടെ? അത് പറയൽ പണ്ഡിതന്മാരുടെ ബാധ്യതയല്ലേ? ആ ബാധ്യത നിർവഹിക്കാത്ത കൊണ്ടല്ലേ ജൂതം നസാറ പണ്ഡിതന്മാർ പഴിച്ചുപോയി എന്ന് ഖുർആൻ പറഞ്ഞത്. ലൗലാ യൻഹാഹുർ റബ്ബാനിയൂന വൽ അഹ്ബാറു അൻ ഖൗലിഹിമുൽ ഇസ്മ വഅഖലിഹിമുസ് സുഹ്ത ലബീസ മാ കാനൂ യസ്നഊൻ. പണ്ഡിതന്മാർ പറയേണ്ടത് തുറന്നു പറഞ്ഞില്ല. അതിന്റെ പേരിൽ അവർ അല്ലാഹുവിന്റെ അടുക്കൽ ശപിക്കപ്പെട്ടവരായി പോയി. ഈ സമുദായത്തിന് അങ്ങനെ ഒരു ഗതികേട് വന്നുകൂടാ. പണ്ഡിതന്മാര് പറയേണ്ടത് തുറന്നു പറയണം. ഒരാൾ ചോദിക്കുന്നു, അന്യ സ്ത്രീയെ അന്യപുരുഷൻ നോക്കിയാൽ എന്താ? ഞാനില്ല, അദ്ദേഹത്തിന് ഖുർആൻ അറിയോ? ഖുല്ലിൽ മുഅ്മിനീന യഖുല്ലൂ മിൻ അബ്സാരിഹിം. ഈമാനുള്ള മുഅ്മിനീങ്ങളോട്, സത്യവിശ്വാസികളോട് പറയൂ നബിയേ, യഖുല്ലൂ മിൻ അബ്സാരിഹിം, അവർ അന്യ സ്ത്രീകളിലേക്ക് അതാ അനാവശ്യമായി അല്ലെങ്കിൽ അത്യാവശ്യത്തിനല്ലാതെ നോക്കരുത്. ഞാൻ അങ്ങനെ പറയാൻ കാരണം പണ്ഡിതന്മാരെ വിവരണമാണ്. ഒരു ഡോക്ടർക്ക് ചിലപ്പോൾ ഒരു സ്ത്രീയെ ചികിത്സിക്കേണ്ടി വന്നാൽ അവിടെ സ്ത്രീ തന്നെ ചികിത്സിക്കാനില്ലെങ്കിൽ പുരുഷനായ ഡോക്ടറെ കാണിക്കേണ്ടി വരും. അവിടെ നോക്കാൻ അദ്ദേഹത്തിന് അധികാരമുണ്ട്. ഇതുപോലെ അതാ ഹജ്ജിന് പോകുന്ന സമയത്ത് എമിഗ്രേഷനിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, നിങ്ങളൊന്ന് നിഖാബ് പൊക്കിയിട്ട് ആളെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് നിഖാബ് പൊക്കണമെന്ന് പറയുമ്പോ അത് പറ്റൂല എന്ന് ഒരു പണ്ഡിതനും പറയൂല. കാരണം അത് രാജ്യസുരക്ഷയുടെയും യാത്രക്കാരുടെ സുരക്ഷിതത്വത്തിന്റെയും ഭാഗമാണ്. അതിനാൽ അത് പൊക്കിക്കൊടുക്കുമ്പോൾ എന്റെ ഭാര്യയോട് ഞാനത് പറ്റൂല എന്ന് പറയില്ല. സുഹൃത്തുക്കളെ, പണ്ഡിതന്മാർക്കറിയാം എവിടെ എന്ത് പറ്റും പറ്റൂല എന്നത് പണ്ഡിതന്മാർക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അനിവാര്യ ഘട്ടത്തിലല്ലാതെ എന്ന് പ്രത്യേകം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഒരു ആയിഷയോട് ഒരു പശുവിനെ വാങ്ങി അവൾക്കൊരു 50,000 രൂപ കൈമാറണം. അത് കൈമാറുമ്പോൾ ഈ വാങ്ങുന്നത് ആയിഷയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ആയിഷയുടെ മുഖത്ത് നോക്കിയാൽ തെറ്റാണെന്ന് ആരും പറയില്ല. കാരണം 50,000 വാങ്ങിയിട്ട് ചിലപ്പം മറിയം പോയാൽ ആയിഷക്ക് പണം കിട്ടൂല. ഇതുപോലെ ചില അത്യാവശ്യമായ ഘട്ടങ്ങളുണ്ട്. അല്ലാതെ സുബ്ഹാനല്ലാഹ്, അന്യപുരുഷന്മാരും അന്യ സ്ത്രീകളും ഒരുമിച്ച് നിന്നുകൊണ്ട് പരസ്പരം കണ്ടും നോക്കിയും തുള്ളാൻ പരിശുദ്ധ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം, ദൃഷ്ടി താഴ്ത്തിക്കോളണമെന്ന് ഖുർആനിന്റെ നിർദ്ദേശമാണ്. അതേ നബിതങ്ങൾ തന്നെ അതേ ഖുർആനിന്റെ വിവരണം പറഞ്ഞില്ലേ? അന്നദുറു സഹമും മസ്മൂമും മിൻ സിഹാമി ഇബ്ലീസ്, ഇബ്ലീസിന്റെ വിഷത്താൽ ഊട്ടപ്പെട്ട അമ്പാണ് അന്യ സ്ത്രീകളിലേക്കുള്ള നിങ്ങളെ നോട്ടം. അത് പാടില്ല. അങ്ങനെ ഖുർആനും ഹദീസും പച്ചയായി പഠിപ്പിക്കുന്ന വിഷയങ്ങളെ സുബ്ഹാനല്ലാഹ് നേരത്തെ ഏതോ കസേരയിൽ ഇരുന്നു എന്നതിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന നിലക്ക് ആരും ഇസ്ലാം തൊട്ട് കളിക്കരുത്, ഖുർആൻ തൊട്ട് കളിക്കരുത്, ഹദീസ് തൊട്ട് കളിക്കരുത്. അത് പറയേണ്ടവര് പറയേണ്ട സമയത്ത് പറഞ്ഞോളും. ഞാനിത് പറഞ്ഞു വരുന്നത് ഇപ്പൊ അങ്ങനത്തെ ഒരു ലോകമായി മാറുകയാണ് നമ്മുടെ കേരളം തന്നെ. ആർക്കും എന്തും ചെയ്യാം. ആരെങ്കിലും ചോദ്യം ചെയ്താൽ ആ ചോദ്യം ചെയ്ത പണ്ഡിതനെ സുബ്ഹാനല്ലാഹ് സുന്നത്ത് കർമ്മം നടത്തുന്ന പരിപാടിയായിട്ട് വരികയാണ് ഓരോരുത്തർ. അത് വേണ്ട. പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തും. അത് നിലനിർത്തുന്നത് പണ്ഡിതന്മാര് മുഖേനയായിരിക്കും. അല്ലാതെ ഇവിടെ ദീൻ നിലനിൽക്കൂല.